ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വിഷു ആഘോഷിക്കാനുള്ള ഒരു തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥയിലേക്ക് കിടക്കുകയാണേ. സുമിത്രയും അതുപോലെ നമ്മുടെ പൂജയും കൂടി വീട്ടിൽ ചെന്ന്, അതായത് രഞ്ജിതയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരസ്വതി അമ്മയുടെ അവസ്ഥയാണ്. അത് കണ്ടപ്പോഴേക്കും സുമിത്ര ഞെട്ടിപ്പോയി. ഇപ്പം സുമിത്രയെയും അതുപോലെ പൂജയെയും അവിടെ പിടിച്ചു നിർത്താനും അതുപോലെ തൻ്റെ കാല് ഈ രീതിയിലാക്കിയത് അരവിന്ദനാണ്. അരവിന്ദൻ തൻ്റെ കാല് ഭേദമാകുന്നതുവരെ തന്നെ ശുശ്രൂഷിക്കണമെന്നും അവിടെ തന്നെ താമസിപ്പിക്കണം, അല്ലെങ്കിൽ താൻ അവിടെ തന്നെ താമസിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു സരസ്വതി അമ്മ. അതെല്ലാം പറഞ്ഞു സുമിത്രയോടും പൂജയോടും കട്ടായം പറഞ്ഞു, നിങ്ങളിവിടെ താമസിച്ചോ, നമ്മൾ ഇവിടെ നിന്ന് എങ്ങും പോകുന്നില്ല. എൻ്റെ കാല് കളഞ്ഞത് ഇവനാണെങ്കിൽ ആ കാല് റെഡിയാകുന്നത് വരെ നമ്മളിവിടെ തന്നെ കാണുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ട് രഞ്ജിതയ്ക്ക് ഒട്ടും അങ്ങ് സഹിക്കുന്നില്ല. രഞ്ജിതയാണെന്നുണ്ടെങ്കിൽ എന്താ, അവിടെ നിന്ന് ഞാൻ വരുമ്പോൾ ഇനി ഇവരെ കാണരുതെന്നും പറഞ്ഞു പോകുക. ആ പോണ പോക്ക് പോകുന്നത് നമ്മുടെ പ്രതീഷിനെ കാണാനാണ്. പ്രതീഷിൻ്റെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് പ്രതീഷിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിക്കാം, അതായത് സുമിത്രയ്ക്കെതിരായിട്ട്. അപ്പോൾ പ്രതീഷും കൂടി രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അനിരുദ്ധ വന്നു, ഇനിയിപ്പോൾ പ്രതീഷും കൂടി രംഗത്ത് വന്നു കഴിഞ്ഞാൽ എത്രയൊക്കെ ആണെങ്കിലും സ്വന്തം അമ്മയ്ക്കൊപ്പമേ മക്കൾ നിൽക്കുകയുള്ളൂ എന്നുള്ള കാര്യം രഞ്ജിതയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ രഞ്ജിത എന്ത് പണി കാണിച്ചു, നേരത്തെ തന്നെ പ്രതീഷിനെ പോയി കണ്ട് പ്രതീഷിനെ രക്ഷിക്കാനുള്ള ഒരു ആളായിട്ട് അങ്ങനെ നിൽക്കുന്നു. രക്ഷകിയുടെ വേഷം കെട്ടി പ്രതീഷിൻ്റെ അടുത്ത് നിൽക്കുക. അപ്പോൾ പ്രതീഷിനെ ചെന്ന് കണ്ടപ്പോൾ പ്രതീഷ് ഈ രഞ്ജിതയെയും കണ്ടു. ആ സമയത്ത് കൈ കൂപ്പി ഇങ്ങനെ നിൽക്കുന്നു. കാരണം രഞ്ജിതയാണ് ഇത്രയും കാലം ഇതിൽ കിടന്ന് നരകിച്ച നിന്നെ ഞാൻ രക്ഷിക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് രഞ്ജിത പ്രതീഷിൻ്റെ മുന്നിൽ രംഗപ്രവേശനം ചെയ്യുന്നത്. അപ്പോൾ തനിക്ക് രക്ഷകിയായി വന്ന വ്യക്തി അവരാരായിരുന്നാലും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ ബാധ്യസ്ഥതയെ നമ്മുടെ പ്രതീഷിന് വന്നു ചേരുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ രക്ഷിക്കാമെന്നും പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ മകളോടൊപ്പവും അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിനോടൊപ്പം സ്വസ്ഥമായിട്ട് ജീവിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ രഞ്ജിത നമ്മുടെ പ്രതീഷിനെ വലയിലാക്കുന്നു. അങ്ങനെ പ്രതീഷ് രഞ്ജിതയുമായി കൂട്ടുകൂടി ബാക്കി കാര്യങ്ങളൊന്നും പ്രതീഷിന് അറിയില്ല. അമ്മ ജീവിച്ചിരിക്കുന്ന കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിനിടയിൽ ഈ രഞ്ജിത എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും പ്രതീഷിന് അറിയില്ല. പ്രതീഷിന് ആ രഞ്ജിത പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ, പിന്നെ അനിരുദ്ധ പറയുന്ന കാര്യങ്ങളും. അങ്ങനെ ആ ഒരു ഇതുമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രഞ്ജിത ഒന്നും അറിയാത്തതുപോലെ എല്ലാം ജയിച്ചു, എല്ലാം തൻ്റെ കൈപ്പിടിയിലാക്കി എന്നുള്ള ആ ഒരു ധാരണയോടുകൂടി എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. അപ്പോഴേക്കും അവിടെ സുമിത്രയും പൂജയും സരസ്വതിയമ്മയെ പോകാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുക. ആര് കേൾക്കാൻ, എവിടെ കേൾക്കാൻ. പിന്നെ കിട്ടിയ അവസരമല്ലേ, പൂജയെ വീട്ടിൽ പിടിച്ചു നിർത്താനായിട്ട് പങ്കജ് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രഞ്ജിത വന്നു കഴിഞ്ഞാൽ തല കൊയ്യും എന്നുള്ളൊരു പേടി ഉള്ളത് കൊണ്ട് നമ്മുടെ അരവിന്ദനാണെങ്കിൽ ഇവരോട് പോന്നാ പറയണത്. അങ്ങനെ ആര് പറഞ്ഞിട്ടും സരസ്വതിയമ്മ കേൾക്കുന്നില്ല. സരസ്വതിയമ്മ അവിടെ തന്നെ നിൽക്കും എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. എന്ത് ചെയ്യാം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രഞ്ജിത വന്നു. രഞ്ജിത വന്നപ്പോൾ ഇവരെ കണ്ടു. ഇവരിതുവരെ പോയില്ലേ എന്ന് ചോദിച്ചു. ഇവരെന്ത് ചെയ്താൽ പോകാൻ കൂട്ടാക്കുന്നില്ലെന്ന് പറയുന്ന സമയം, ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്നാണ് നീ പറയുന്നത് എന്ന് സരസ്വതിയമ്മ രഞ്ജിതയോട് ചോദിക്കാം. നീയേ എന്നെ ഓലപ്പാമ്പ് കാട്ടിയൊന്നും പേടിപ്പിക്കണ്ട. ഞാൻ ഇന്ന് ഈ കാലം ഈ ഒരു അവസ്ഥയിലായി ഇവിടെ കിടക്കാൻ കാരണം നിന്റെ ഭർത്താവാ. അതുകൊണ്ട് തന്നെ നിന്റെ ഭർത്താവ് വേണം എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്, അല്ലാതെ ഞാനിവിടെ നിന്ന് പോവേണ്ട കാര്യമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞു. പിന്നെ അത് വഴക്കായി കാര്യങ്ങളായി. അതിനുശേഷം സരസ്വതിയമ്മയെ അടിക്കാനായിട്ട് രഞ്ജിത ചെല്ലുന്നു. അപ്പോഴേക്കും നമ്മുടെ അരവിന്ദൻ കയറി തടയുന്നു. അങ്ങനെ ഭയങ്കര സീനായി. ഈ സമയത്ത് രഞ്ജിതയാണെങ്കിൽ ഭ്രാന്തിളക്കി സുമിത്രയെയും ചാടിക്കടിക്കാൻ ചെല്ലുക. അപ്പോൾ സുമിത്ര ഈ പുള്ളിക്കാരിയുടെ കാട്ടായൊക്കെ കണ്ടു കഴിഞ്ഞപ്പം, നിനക്കെന്താ രഞ്ജിതേ, പേടിയാകുന്നുണ്ടോ? ഞങ്ങളിവിടെ നിൽക്കും തോറും നിനക്ക് ശരിക്കും പേടിയാകുന്നുണ്ടല്ലേ? കാരണം അർഹിക്കാത്തത് കൈവശം വെച്ച് കഴിയുമ്പോൾ ആർക്കായാലും ഉണ്ടാകുന്നതാണ് ആ ഒരു പേടി. ഇപ്പം ആരെങ്കിലും ഒന്ന് കൊണ്ടുപോകുമോ എന്നുള്ളൊരു യഥാർത്ഥ അവകാശി വരുമോ എന്നുള്ളൊരു പേടി. ആ പേടി നിൻ്റെ കണ്ണുകളിലും നിൻ്റെ മുഖത്തും എനിക്ക് കാണാമെന്ന് പറയുമ്പോൾ രഞ്ജിത ചോദിച്ചു, എനിക്കെന്തിനാ പേടി? ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ട സ്വത്താ. അതാണ് ഞാൻ അനുഭവിക്കുന്നത്. അല്ലാതെ നിന്നെപ്പോലെ ഉള്ളൊരുത്തിയുടെ ഒന്നും തട്ടിയെടുക്കേണ്ട കാര്യം എനിക്കില്ലെന്നൊക്കെ പറഞ്ഞപ്പം നെഞ്ചിൽ തൊട്ട് നിനക്കത് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. സ്വന്തം ആങ്ങളയെയും ആ ആങ്ങളയുടെ മോളെയും ചതിച്ച് നീ ഉണ്ടാക്കി ഈ സൽപ്പേരും ഈ സ്വത്തും ഇതൊക്കെ നിലനിന്ന് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ സുമിത്ര 4 അങ്ങ് പറഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്ക് ശരിക്കും അതങ്ങ് കൊണ്ടു. രഞ്ജിത എന്നിട്ടുണ്ടല്ലോ നമ്മുടെ സുമിത്രയെ തല്ലാനായിട്ട് കൈ ഓങ്ങുക. അപ്പോൾ സുമിത്ര അത് തടഞ്ഞു. നിർത്തിക്കോളാൻ പറഞ്ഞു. നിർത്തടി, നിന്റെ കളിയൊന്നും എൻ്റെ നേർക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര രഞ്ജിതയെ വെല്ലുവിളിക്കുകയാണ്. നീ തീർന്നു എന്നുള്ള രീതിയിൽ, അധിക കാലമൊന്നും നീ ആളാവില്ല എന്നുള്ളൊരു രീതിയിൽ. അങ്ങനെ അതും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് സുമിത്ര പറഞ്ഞു, ഇത്രയും ദിവസം
സരസ്വതി അമ്മയെ ഞാൻ നോക്കി. പെട്ടെന്നൊരു നിമിഷം നീയും നിന്റെ ഭർത്താവും കൂടെ ചേർന്ന് ആ സ്ത്രീക്ക് ഇതുപോലൊരു പരുക്കുണ്ടാക്കി. ആ സ്ത്രീയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ വന്നത്. നിന്റെ എച്ചിൽ തിന്നാൻ ഞാനോ എൻ്റെ മകളോ ഇവിടെ ഉണ്ടാവില്ല. പക്ഷേ സരസ്വതി അമ്മ ഇവിടെ ഉണ്ടാകും. അമ്മ ഇവിടെ ഉള്ളിടത്തോളം അമ്മയെ കാണാനായിട്ട് ഞാനും എൻ്റെ മകളും ഈ വീട്ടിൽ വരികയും ചെയ്യും. അമ്മയെ ഈ അവസ്ഥയിലാക്കിയത് നിങ്ങളാണെങ്കിൽ അമ്മയെ പരിചരിച്ച് ഭേദമാക്കി പഴയതുപോലെ ആക്കേണ്ടതും നിങ്ങൾ തന്നെയാണെന്നും നീ അത് ചെയ്യും രഞ്ജിതെ, നിന്നെക്കൊണ്ട് ഞാനത് ചെയ്യിക്കും രഞ്ജിതെ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര കട്ടായം അങ്ങ് പറഞ്ഞു. ഇതിന് അപ്പുറവും ഇപ്പുറവും മറവാക്കില്ല. പറയാനുള്ളത് രഞ്ജിതയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് നമ്മുടെ സുമിത്ര ഇങ്ങ് പോരുക. അപ്പോൾ സുമിത്രയും പൂജയും കൂടി ഇങ്ങനെ അവിടെ നിന്ന് പോയത്. അപ്പോൾ പൂജയോട് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ സുമിത്ര നീ ഇവിടെ നിൽക്കുന്നില്ലേ എന്ന് സരസ്വതിയമ്മ ചോദിച്ചപ്പം അമ്മ ഇവിടെ നിൽക്ക്, ഞാൻ അമ്മയെ കാണാൻ ഇടയ്ക്ക് വന്നോളാം, രഞ്ജിതയുടെ അരികിൽ നിൽക്കേണ്ട കാര്യം എനിക്കില്ല എന്നും പറഞ്ഞ് സുമിത്ര പൂജയും കൂട്ടിക്കൊണ്ട് പോണു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോകുവാണ്. അപ്പോഴേക്കും രഞ്ജിതയ്ക്ക് കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി. കലിപ്പ് കയറി ഇങ്ങനെ രഞ്ജിത നിൽക്കും. ആ കാലി മുഴുവൻ അരവിന്ദൻ്റെ നെഞ്ചത്തേക്ക് തീർത്തു. അരവിന്ദനാണെങ്കിൽ ഇതെല്ലാം കേട്ട് തലയ്ക്ക് കയ്യും വെച്ച് നിൽക്കുന്നു. അത് മാത്രമേ അരവിന്ദനെ കൊണ്ട് പറ്റുള്ളൂ. കാരണം അരവിന്ദൻ വരുത്തി വെച്ചൊരു വിനയാണിത്. അപ്പുറത്തേക്ക് ഇനി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സുമിത്രയും പൂജയും അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകുമ്പോൾ യാദൃശ്ചികമായിട്ട് നമ്മുടെ സുമിത്രയെയും അതുപോലെ പൂജയെയും ഒരാൾ കണ്ടു. വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ സിദ്ധു എവിടെ നിന്നോ നാട്ടിലോട്ട് വന്നതാണ്. അങ്ങനെ വന്ന സിദ്ധു ഇവരെ കണ്ടപ്പോഴേക്കും പെട്ടെന്ന് വന്ന വണ്ടി അവിടെ നിർത്തിച്ചിട്ട് ഇവരിങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ അവർ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു, ഇവർക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ സിദ്ധുവിന് മനസ്സിലായി സുമിത്ര ജീവനോടെ ഉണ്ട്, അവർ എവിടെയോ ഉണ്ട് എന്നുള്ളത്. ഇത് കണ്ടപ്പോൾ സിദ്ധു ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. സിദ്ധു ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. സുമിത്രയെന്നും പറഞ്ഞ് വിളിച്ചു, പക്ഷെ സുമിത്ര കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തില്ല. ഈ സമയം നമ്മുടെ സിദ്ധു നേരെ പോകുന്നത് അനിരുദ്ധനെ കാണാനാണ്. അപ്പം അനിരുദ്ധ വിചാരിച്ചിരിക്കുന്നത് അമ്മ മരിച്ചെന്നാണല്ലോ. അപ്പോൾ ശത്രുക്കൾ എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത് ഈ അനിരുദ്ധിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് സുമിത്ര മരിച്ചു എന്നുള്ളതാണ്. പക്ഷേ സിദ്ധു സുമിത്രയെ കണ്ടു കഴിഞ്ഞു. അങ്ങനെ സിദ്ധു ദേ നമ്മുടെ അനിരുദ്ധിനെ കാണാനായിട്ട് അവരുടെ പ്രേമയുടെയും വിശ്വൻ്റെയും വീട്ടിലേക്ക് ചെന്നു. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ വിശ്വം വന്ന് വാതിൽ തുറന്നു. സിദ്ധുവിനെ കണ്ടപ്പോഴേക്കും വിശ്വനും ഒന്ന് ഞെട്ടി. കാരണം വർഷങ്ങൾക്ക് ശേഷം കാണുന്നതല്ലേ, എവിടെയായിരുന്നെന്നോ എങ്ങനെയായിരുന്നെന്നോ ഒന്നും അറിയില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം വിശ്വൻ ആരേത് സിദ്ധുവോ, എത്ര കാലമായി കണ്ടിട്ട് കയറി വാന്നൊക്കെ പറഞ്ഞ് അകത്തേക്കൊക്കെ വിളിച്ചിരുത്തി. അപ്പോൾ സിദ്ധു ചോദിച്ചു ഞാൻ അനിരുദ്ധനെ കാണാൻ വന്നതാ, അനി എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അനി ഇവിടെയുണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അകത്ത് കയറി ചെന്നു അനിയെ കണ്ടു. അപ്പോൾ അനിയും കൊച്ചുമൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് കാണുന്നത്. അങ്ങനെ കണ്ടു. ചെന്ന് മോനേന്നും പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും അനിരുദ്ധിന് ഒരു ഇഷ്ടക്കുറവ് പോലെ, അനിരുദ്ധി ഇങ്ങനെ ഒരു ഇഷ്ടക്കുറവ് പോലെ പ്രകടിപ്പിച്ച് നിന്നപ്പോഴേക്കും മോനേന്നും പറഞ്ഞുകൊണ്ട് ഈ സിദ്ധു നമ്മുടെ അനിയെ കെട്ടിപ്പിടിക്കുക. അപ്പോൾ ഈ നിൽക്കുന്നത് സ്വരമോളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെയും വാരിയെടുത്ത് കുറേ ഉമ്മയൊക്കെ കൊടുത്തു. ഇത് മോളുടെ അച്ചച്ചനാണെന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തു വിശ്വൻ. അങ്ങനെ പിന്നെ നമ്മുടെ സിദ്ധു അവിടെ ചെന്നു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴും അനിരുദ്ധിൻ്റെ മനസ്സിലാവും ഒരു നീരസം, അത് അങ്ങനെ തന്നെ തളം കെട്ടി കിടക്കുന്നു. പക്ഷേ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് സിദ്ധുവിന് വേണ്ടുന്ന ട്രീറ്റും കാര്യങ്ങളൊക്കെ നടത്തി. അത് കഴിഞ്ഞ് സിദ്ധുവിന് ഒരു താമസിക്കാനൊരു സ്ഥലം വേണം, അതിന് തേടുവാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരവും സംഭാഷണവും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുമിത്ര ഈ ശീതളിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ട് എങ്ങനെയെങ്കിലും സുമിത്രയെ തീർക്കണം എന്നുള്ള ആ ഒരു ഒറ്റ ലക്ഷ്യമായിട്ട് നടക്കുകയാണ് സച്ചിൻ. അപ്പോൾ സച്ചിൻ എന്തെങ്കിലും ഒരു വഴിയിലൂടെ സുമിത്രയുടെ ജീവൻ എടുക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ, അതിനെങ്ങനെയാണ് സുമിത്രയെ ഒത്തു കിട്ടുക എന്നുള്ള ആ ഒരു ഇതിലാണ്. അതിന് ശീതളിനെ സോപ്പിട്ടാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ എന്ന് സച്ചിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അമ്മയും മകളും ഇപ്പോൾ ചെറിയ സൗന്ദര്യപ്പണക്കത്തിലാണെന്ന്, ഈ മകൾ വിചാരിച്ചാലേ ആ സൗന്ദര്യപ്പണക്കം മാറുകയുള്ളൂ എന്നും സച്ചിൻ അറിയാം. സച്ചിൻ എന്നിട്ട് നേരെ ചെന്ന് മോളോട് സംസാരിക്കുന്നു. അതായത് ശീതളിനോട് സംസാരിക്കുന്ന അമ്മയുമായിട്ട് പിണങ്ങിയിരിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ സച്ചിനെ അത്രയ്ക്കൊക്കെ അപമാനിച്ചത് കൊണ്ടാണ് ഞാൻ അമ്മയോട് അറിയാതെ അങ്ങനെ പറഞ്ഞു പോയത്. അതൊന്നും സാരമില്ല, ഞാനിപ്പോൾ അതൊന്നും കാര്യമാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗാണ്. അമ്മയോട് പിണങ്ങിയിരിക്കരുത്, എത്ര വർഷം കൂടി അമ്മയെ കാണുന്നതാ, അയ്യോ പറയാൻ ഇനി വേറെ ഒന്നുമില്ല. ഇതൊക്കെ കേട്ട് ഇപ്പോൾ ശീതൾ അതൊക്കെ കേട്ട് വിശ്വസിച്ചു. പക്ഷേ ശീതളിൻ്റെ ആ ഒരു സ്നേഹത്താൽ സുമിത്ര തിരിച്ചു വരുമെന്നും അതുവഴി സുമിത്രയെ തീർക്കാമെന്നുമാണ് ആശാൻ വിചാരിച്ചത്. അങ്ങനെ താൽക്കാലികമായിട്ട് സുമിത്രയുടെ ജീവൻ എടുക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഇവൻ പ്ലാൻ ചെയ്തു. ഇവൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സുമിത്രയെ ശീതൾ വിളിക്കുന്നു. അമ്മയും മകളും തമ്മിലുള്ള സംസാരവും കാര്യങ്ങളും ഇതെല്ലാം നടന്ന് അമ്മയും മകളും തമ്മിലുള്ള പിണക്കവും ഏകദേശമൊക്കെ മാറി, കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അമ്മയും മോളും സെറ്റായി. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് സുമിത്രയാണെന്നുണ്ടെങ്കിൽ ദേ സരസ്വതി അമ്മയെയും അതുപോലെ പൂജയെയും വകവയ്ക്കാതെ അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാതെ നേരെ
ശീതളിനെ കാണാൻ ചെന്നു. അവിടെ ചെന്ന് അമ്മയും മകളും കൂടെ സംസാരിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് മകള് കൊടുക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു കൃത്രിമം കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇവൻ എന്തൊക്കെയോ കലക്കി വെച്ചു അതിൽ. അതുവഴി സുമിത്ര വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ആകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോഴേക്ക് നമ്മുടെ സുമിത്രയെ അതുപോലെ പൂജയെയും കാണാതെ സരസ്വതി അമ്മയ്ക്ക് വീർപ്പ് കൂട്ടാൻ തുടങ്ങി. പക്ഷേ അവിടെ താമസിക്കുന്ന സരസ്വതി അമ്മയെ ശരിക്കും എന്താ പറയുക, ടോർച്ചർ ചെയ്യുന്ന രീതിയിലാണ് രഞ്ജിതയൊക്കെ സംസാരിക്കുന്നത്, കാണിച്ചു കൂട്ടുന്നത്. അതിനെല്ലാം ചെറുത്ത് നിന്നുകൊണ്ട് ഒരു തരത്തിൽ നമ്മുടെ സരസ്വതി അമ്മ എഴുന്നേറ്റ് നടക്കാറായി, സുമിത്രയുടെ അടുത്തേക്ക് പോകാറായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ശീതളിൻ്റെ വീട്ടിൽ ചെന്ന് സുമിത്ര ഭക്ഷണം കഴിച്ചതും കുഴഞ്ഞു പഴയതുപോലെ തന്നെ കോമ സ്റ്റേജിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. അങ്ങനെ വരുന്ന നമ്മുടെ സുമിത്ര വീണുപോയി. പെട്ടെന്ന് ശീതൾ വാരിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോന്നു. അപ്പോൾ ശീതൾ കൊണ്ടുവന്നു, കൂടെ സച്ചിനും ഉണ്ട്. അപ്പോൾ അവിടെ ഇതായി. അത് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയെയും അതുപോലെ പൂജയെയും ഒക്കെ വിളിച്ച് കാര്യം പറഞ്ഞു. അവർ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സുമിത്രയുടെ അവസ്ഥ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ സരസ്വതി അമ്മയ്ക്ക് മനസ്സിലായി ഇവൻ ഇതിനകത്ത് എന്തോ ചതി പ്രയോഗിച്ചിട്ടുണ്ടെന്ന്. സുമിത്ര ഈ അവസ്ഥയിലാക്കിയത് സച്ചിന് നല്ല പങ്കുണ്ടെന്ന്. അത് കേട്ടതും കേൾക്കാത്ത ആ ഒരു താമസം ഉണ്ടായിരുന്നില്ല. കൂട്ടത്തും അവൻ്റെ ചെവിക്കല്ല് തീർത്തിട്ട് സരസ്വതി അമ്മ. കാരണം സുമിത്രയുടെ ജീവൻ ഈ അവസ്ഥയിലാക്കിയത് സച്ചിനാണെന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ സരസ്വതി അമ്മയ്ക്കുണ്ട്. നീ നശിപ്പിച്ചല്ലേടാ, നീ സുമിത്രയെ ഈ പരുവത്തിലാക്കിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശീതൾ വായും പൊത്തി ഇങ്ങനെ നിൽക്കുക. ഇവൻ ഒറ്റ സുമിത്രയ്ക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വരാൻ കാരണമെന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ ആശുപത്രി പൊളിച്ചടുക്കി. വീണ്ടും നമ്മുടെ സുമിത്ര ഇനിയും കോമ സ്റ്റേജിലേക്ക് പോകുമോ? അവിടെ നിന്ന് ഇനി സുമിത്ര എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും? ഇനി സുമിത്രയ്ക്ക് വേണ്ടി ശത്രുക്കളോട് പോരാടുന്നത് സിദ്ധുവാണോ? അങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി എപ്പിസോഡുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, നല്ലൊരു വിഷു ആശംസിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള നാളുകൾ എല്ലാവർക്കും നന്മയുടെയും നല്ല രീതിയിലുള്ള ഒരു ജീവിതവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.